നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മഴയൊക്കെയാണ് ഇപ്പോൾ. നമുക്ക് 5-6 മാസം മഴക്കാലമാണല്ലോ. പിന്നെ മഞ്ഞുകാലം, അതുപോലെ ബാക്കിയുള്ള വേനൽക്കാലം 6 മാസം, മഴക്കാലം 6 മാസം എന്ന് പറയാം. അതിൽ വേനലിൽ മഞ്ഞും വരും. ഇപ്പോൾ ഏകദേശം മൺസൂൺ കാലം എന്ന് പറയുന്നത് ജൂൺ തൊട്ട് സെപ്റ്റംബർ വരെ. പിന്നെ മൺസൂണ് പിൻവാങ്ങുമ്പോഴും നമുക്ക് മഴ ഇടയ്ക്കൊക്കെ പെയ്യാറുണ്ട്. മൊത്തത്തിൽ 6 മാസം എന്നാണ് പറയുക. 6 മാസം വേനൽ, അതിൻ്റെ ഇടയിൽ വേനലിൽ വരുന്ന മഞ്ഞ്. വേനൽക്കാലം 3 മാസമാണ്, പിന്നെ മഞ്ഞുകാലം 3 മാസം, മഴക്കാലം 4 മാസം, പിന്നെ മഴക്കാലം കഴിഞ്ഞിട്ടുള്ളത് ഒരു എന്താ പറയുക, നമ്മൾ മൺസൂൺ പിൻവാങ്ങൽ കാലം എന്ന് പറയും. അങ്ങനെ 2 മാസമുണ്ട്. അപ്പോൾ ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ മഴക്കാലമാണ്. മൺസൂൺ കാറ്റ് വന്നതോടുകൂടി മഴക്കാലമായിരിക്കും. ഒക്ടോബർ, നവംബർ മൺസൂൺ പിൻവാങ്ങൽ. പിന്നെ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മഞ്ഞുകാലം. അത് കഴിഞ്ഞ് മാർച്ച്, ഏപ്രിൽ, മെയ് വരെ വേനൽക്കാലം. അങ്ങനെയാണ് നമ്മുടെ സീസൺസ് വരുന്നത്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ്. നമ്മൾ വലിയവരായാലും കുട്ടികളായാലും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലം തന്നെയാണ്. പല അസുഖങ്ങളൊക്കെ നമുക്ക് വരാം. അസുഖങ്ങൾ പരത്തുന്ന രോഗാണുക്കൾ വരാം. പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ചും വെള്ളമൊക്കെ കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ കൊതുകുകൾ മുട്ടിട്ട് നമ്മൾ കൊതുകൊക്കെ പരത്തുന്ന സീസണാണ്. പല അസുഖങ്ങളുമായിട്ട് കൊതു പരത്തുന്ന അസുഖങ്ങളായിട്ട് നമുക്കറിയാമല്ലോ. ചിക്കൻഗുനിയ, ഡെങ്കിപ്പനി, അങ്ങനത്തെ അസുഖങ്ങൾ. പിന്നെ കോളറ വൃത്തിയില്ലാതെ നമ്മൾ തിളപ്പിക്കാതെയൊക്കെ വെള്ളം കുടിക്കുക. ജലത്തിലൂടെ വരുന്നതാണ് വയറിളക്കം, കോളറയൊക്കെ ബാക്ടീരിയ വഴി വരുന്നതാണ്. പിന്നെ മഞ്ഞപ്പിത്തം, അങ്ങനെ പല അസുഖങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ വരാതെ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ പ്രത്യേകിച്ചും കുട്ടികൾക്ക് സ്കൂൾ തുറന്നതാണ്. സ്കൂൾ നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു, അന്നാന്ന് എടുത്ത പാഠങ്ങളൊക്കെ കുട്ടികൾ പഠിക്കുകയാണെങ്കിൽ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുന്നൊക്കെ. അപ്പോൾ അതോടൊപ്പം തന്നെ ശുചിത്വവും പ്രധാനമാണ്, ആരോഗ്യം പ്രധാനമാണ്. ഭക്ഷണങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ ശുചിത്വം, നമ്മുടെ ക്ലീൻലിനെസ്, നമ്മുടെ ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്തും നടക്കുള്ളൂ. ആരോഗ്യത്തെ സ്വാധീനിക്കുന്ന ഫുഡിൻ്റെ ഒപ്പം തന്നെ വൃത്തിയും വളരെ അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ വീഡിയോ കാണുന്ന നമ്മുടെ വീഡിയോയുടെ ചാനലിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങളും പറയുക എന്നതുകൂടിയാണ്. അപ്പോൾ കുട്ടികളുടെ ആരോഗ്യം ശ്രദ്ധിക്കണം, നമ്മൾ ആരോഗ്യം ശ്രദ്ധിക്കണം. എല്ലാവരുടെ ആരും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കൊതുവലയൊക്കെ കെട്ടി കിടക്കുന്നതൊക്കെ നല്ലതാണ്. ഇപ്പോൾ ഈ മറ്റേ ആയുർവേദ അതുപോലെ സസ്യങ്ങളൊക്കെ ഉള്ള കൊതുക് തിരിയൊക്കെ ഉണ്ട് ഇഷ്ടത്തിന്. മാർക്കറ്റ് കിട്ടും. കെമിക്കലൊന്നും ഇല്ലാത്ത കൊതുക് തിരി ഉണ്ട്. അതൊക്കെ ഉപയോഗിക്കാം. പിന്നെ കൊതുവല കെട്ടിക്കിടക്കാം. നമുക്ക് എപ്പോഴും കൊതുവല കെട്ടിക്കിടക്കാൻ പറ്റില്ല. അപ്പോൾ കൊതുക് തിരി കത്തിക്കാം. പിന്നെ നമ്മൾ വെള്ളം കെട്ടി നിർത്താതിരിക്കുക. പിന്നെ നമ്മളെ കക്കൂസിൻ്റെ അവിടുത്തെ ഇതൊക്കെ ഉണ്ടാവുമല്ലോ, വലയൊക്കെ കെട്ടിയിട്ടുള്ള പൈപ്പുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ കൊതുകുകളൊന്നും വരാതിരിക്കും. പിന്നെ നമ്മളെ നല്ല ക്ലീൻലിനെസ് പറഞ്ഞ പോലെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോഴും നല്ല വൃത്തിയിൽ വൃത്തി സോപ്പൊക്കെ തേച്ച് കുളിച്ച് വൃത്തിയിൽ മൂടിയ ഡ്രസ്സിൽ വന്നാലും കുട്ടികൾ മേലൊക്കെ കഴുകി തലയൊക്കെ എപ്പോഴും കുളിക്കാൻ പറ്റുന്നില്ല. ചില കുട്ടികളൊക്കെ 2 നേരം തലയൊക്കെ കുളിക്കുന്നത് കാണാം. അപ്പോൾ അതൊക്കെ ശരീരമൊക്കെ വൃത്തിയാക്കി സോപ്പിട്ട് കഴുകുക. കയ്യും കാലൊക്കെ വൃത്തിയാക്കി കഴുകിയിട്ട് നമ്മൾ മത്ത് വെള്ളം പൈപ്പൊക്കെ ഉണ്ടാവുമല്ലോ, അത് സോപ്പൊക്കെ ഇട്ട് കഴുകിയിട്ട് കയറുക. പിന്നെ അധികം മഴയൊന്നും കൊള്ളാതിരിക്കുക. കുടയൊക്കെ കുട്ടികൾ കൊണ്ടുപോവുക. പല കുട്ടികൾ റെയിൻകോട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നത്. കുട ഉപയോഗിക്കുന്നവരുണ്ട്. സ്കൂളിൽ കുടയൊക്കെ ആവശ്യമായി വരും. അവർക്ക് ബാത്റൂമിന് പോകാനൊക്കെ ഇൻ്റർവെല്ലിനൊക്കെ ചിലപ്പോൾ മഴയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ രക്ഷിതാക്കൾ അതൊക്കെ കൊടുത്തയക്കുക, ശ്രദ്ധിക്കുക.
പിന്നെ വന്നാൽ കുട്ടികളെ ശരീരം വൃത്തിയാക്കുക, പിന്നെ നല്ല ഫുഡൊക്കെ കൊടുക്കുക. നമ്മൾ ഫുഡിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു, ഏതൊക്കെ ഫുഡാണ് കൊടുക്കേണ്ടത് മുന്നേത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ കറക്റ്റ് ഫുഡ് കഴിക്കുക, അതുപോലെ തന്നെ ക്ലീൻലിനെസ് വളരെ അത്യന്താപേക്ഷിതമാണ് നല്ല ആരോഗ്യത്തിന്. അപ്പോൾ നമുക്ക് അസുഖങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും. അപ്പോൾ എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റില്ല. പിന്നെ പനിയൊക്കെ വന്നാൽ പകരും, ജലദോഷം വന്നാലൊക്കെ മറ്റുള്ള കുട്ടികൾക്കും പകരും. അതുകൊണ്ട് നമ്മൾ സ്കൂളിൽ പറഞ്ഞയക്കാതിരിക്കുന്നത് നല്ലത്. പിന്നെ മാത്രമല്ല കുട്ടികൾക്ക് ക്ഷീണം ഉണ്ടാവും, അപ്പോൾ റെസ്റ്റ് എടുത്താലേ മാറുള്ളൂ. അപ്പോൾ അവിടെ ടീച്ചേഴ്സ് പാഠം ഒരാൾ പോയില്ല, രണ്ടാൾ പോയില്ല വെച്ചിട്ട് പാഠം എടുക്കാതിരിക്കില്ല, പാഠങ്ങൾ എടുത്തുകൊണ്ടിരിക്കും. അത് കുട്ടികൾക്ക് അത് നഷ്ടപ്പെടും. അപ്പോൾ അതിനൊക്കെ നമ്മൾ മുൻകരുതൽ എന്ന വിധത്തിൽ നമ്മൾ നല്ല ശുചിത്വം പാലിക്കുന്നത് നല്ലതാണ്. നല്ല പ്രതിരോധ ശേഷിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നല്ലതാണ്. പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, മുട്ട, പാല്, ഇടയ്ക്ക് ഇറച്ചി, അങ്ങനെ എല്ലാതരം വിഭവങ്ങളും, മത്സ്യം, എല്ലാതരം ഫുഡ് ഐറ്റംസ്, ഭക്ഷണ സാധനങ്ങളും കുട്ടികൾക്ക് കൊടുക്കുക, ആരോഗ്യം ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെ ആയാലും കുട്ടികൾക്ക് അസുഖങ്ങൾ കുറഞ്ഞു കിട്ടും. അപ്പോൾ സ്കൂളിൽ കറക്റ്റ് പോകാൻ പറ്റും. പിന്നെ കുട്ടികൾ നേരത്തെ കിടന്നുറങ്ങുക, ഒരു 10 മണിയാകുമ്പോഴേക്കൊക്കെ കിടന്നുറങ്ങണം. എന്നിട്ട് ഒരു 6 മണിക്കൊക്കെ കുട്ടികൾ എഴുന്നേൽക്കുക, നേരത്തെ എണീറ്റ് കുട്ടികൾ കാര്യങ്ങളൊക്കെ ചെയ്യുക, ക്ലീൻലിനെസ് കിട്ടുക, അവരെ പഠിപ്പിക്കുക, അവരെ ശ്രദ്ധിക്കുക. പിന്നെ അവർ സ്വയം ചെയ്തോളൂ. ചെറിയ കുട്ടികളെ നമ്മൾ രക്ഷിതാക്കൾ അങ്ങനെ ചെയ്തു കൊടുക്കേണ്ടുള്ളൂ. പിന്നെ ഒരു 2ാം ക്ലാസ്സൊക്കെ തൊട്ടിട്ട് കുട്ടികൾ സ്വയം വൃത്തി ഒക്കെ പഠിച്ചോളും. LKG UKG ഒക്കെ കഴിഞ്ഞ് 1ാം ക്ലാസ് കഴിഞ്ഞ് 2ലേക്ക് എത്തുമ്പോഴേക്കും അവർ തന്നെ സ്വയം കുളിക്കലും ഡ്രസ്സ് മാറ്റലും എല്ലാ കാര്യങ്ങളും അവർ ചെയ്തോളും. അപ്പോൾ നമ്മൾ കറക്റ്റ് രക്ഷിതാക്കളതൊക്കെ പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ ശ്രദ്ധിച്ചോളും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ, വൃത്തിയുടെ കാര്യങ്ങളൊക്കെ ചില കുട്ടികൾ വലുതായാലും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും, ശ്രദ്ധിക്കേണ്ടി വരും. ചിലർ സ്വയം ഇതൊക്കെ മനസ്സിലാക്കി ചെയ്യുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ക്ലീൻലിനെസ് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ആരോഗ്യമുള്ള ഒരു ജനതയാണ് നമ്മുടെ നാട്ടിൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത്. ആരോഗ്യം നമുക്ക് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും അത്യാവശ്യമാണ്. അപ്പോൾ അതിനൊരു പ്രധാന ഭക്ഷണത്തിൻ്റെ ഒപ്പം തന്നെ ശുചിത്വം, പരിസര ശുചിത്വം, വീട് ശുചിത്വം, മാലിന്യങ്ങളൊക്കെ കൂട്ടിയിടാതിരിക്കുക. ഇപ്പോൾ പ്ലാസ്റ്റിക് കാര്യങ്ങൾക്കൊക്കെ ഇപ്പോൾ ഹരിതകർമ്മസേന വരുന്നുണ്ട്, അവർക്ക് 50 രൂപ കൊടുത്ത് അവർ കൊണ്ടുപോകും. ഒരു ചാക്കിലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴുകിയിട്ടൊക്കെ പ്ലാസ്റ്റിക് കവറൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അവർ കൊണ്ടുപോകുന്നുണ്ട്. അത് വേറെ പ്രോഡക്റ്റ് ആക്കി അവർ മാറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ പരിസരമൊക്കെ ക്ലീൻലിനെസ് നമ്മുടെ ആവശ്യമാണ്. അത് പറയേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ വീട്ടിലുള്ളവർ വളരെ ക്ലീൻലിനെസ്സായി കണ്ടു കഴിഞ്ഞാൽ കുട്ടികളും അവർ ഓട്ടോമാറ്റിക്കായി ചെയ്യുള്ളൂ. ചെറിയ കുട്ടികൾക്ക് നമ്മൾ ചെയ്ത് പഠിപ്പിച്ചു കൊടുക്കുക, വലിയവർക്ക് അവർ ചെയ്തോളും. അപ്പോൾ നമ്മളൊരു മോഡലാവുക, മാതൃക ആവുക. രാവിലെയൊക്കെ എഴുന്നേറ്റ് കുളിച്ച് ശുചിത്വമുള്ള വൃത്തിയുള്ള ഡ്രസ്സൊക്കെ ഇട്ട് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് അവർ കുടുംബത്തോടൊപ്പമൊക്കെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല നീറ്റ്നെസ് നമ്മളിങ്ങനെ കൊണ്ട് നടന്നാൽ കുട്ടികളും അത് മാതൃകയാക്കും. അപ്പോൾ പഠനം നിലവാരം ഉയരാൻ ഇതൊക്കെ അത്യാവശ്യമാണ്. ആരോഗ്യം, ശുചിത്വം, നല്ല ഭക്ഷണം ഒക്കെ നമുക്ക് ആവശ്യമാണ്. ഇതൊക്കെ പറയായിരുന്നു നമ്മുടെ ഉദ്ദേശം. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.